ഹായ്. നമ്മുടെ സൊസൈറ്റിയിൽ 2014 ശേഷം സംഭവിക്കുന്ന കുറേയധികം മാറ്റങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മൾ ഭീകരമായി മനസ്സിലാക്കേണ്ട, വിഷമിക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇവിടെ പറയുന്നത്. ഈ പിക്ചറിൽ കാണുന്ന വ്യക്തി മരണപ്പെട്ടു. സനത് എടുക്കുന്നതിന് മുമ്പ് എന്നോ മറ്റോ പറയുന്നത്. ഇസ്ലാമിക ആചാരപ്രകാരം എന്തോ ഒരു ഡിഗ്രിയാണ്. 23 വയസ്സുള്ളൊരു പയ്യനാണ്. പുള്ളി ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെടുന്നു. അതൊരു വാർത്തയായിട്ട് ഏഷ്യാനെറ്റ് പബ്ലിഷ് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ 35ഓളം വരുന്ന അത്രയും ബോധമുള്ള മനുഷ്യർ വന്ന് അതിന് സ്മൈലി ഇട്ടിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ സ്മൈലി അല്ല കേട്ടോ, പൊട്ടിച്ചിരിക്കുന്ന സ്മൈലിയാണ്. ആ പയ്യൻ മരണപ്പെട്ടത്, അതും 23 വയസ്സുകാരൻ മരണപ്പെട്ടതിൽ അത്രയധികം സന്തോഷം തോന്നാനുള്ള കാരണം എന്തായിരിക്കും? കുറേ പേരെയൊക്കെ ഞാൻ പോയി നോക്കി. അവരുടെ പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ നല്ല സംഘികളാണ്. സംഘി മനസ്സുള്ളവരുടെ ഭീകരമുഖത്തിൻ്റെ മറ്റൊരു പിക്ചറാണിത്. എപ്പോഴും ഇവിടെ പറയണ എന്താണ്? ഇസ്ലാം വിഭാഗത്തിലുള്ളവർ തീവ്രവാദികളാണ്, അവരെ സൂക്ഷിക്കണം, അവരെപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാൻ പാകത്തിന് 35 പേരെ നിങ്ങൾ ഈ കാണുന്നില്ലേ? അത്രയേ ഉള്ളൂ. ഇവന്മാരുടെ ഉള്ളിലുള്ള വിഷമാണ് ഈ കാണുന്ന സ്മൈലിയിൽ കൂടെ പുറത്തേക്ക് വന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സഹോദര തുല്യരായി കാണുകയും സഹോദരന്മാർ പോലെ ജീവിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ ഇടയിൽ നിന്ന് പോയ വിഷവിത്തുക്കളാണ് ഇവന്മാർക്ക് ഇതിന് വളം വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വിഭാഗത്തിൽ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ അടിക്കാൻ തന്നെ അതെടുത്ത് വെച്ച് പ്രയോഗിക്കുന്ന കാമിതയെ പോലുള്ളവർ, ആരിഫ് കുണ്ണനെ പോലുള്ളവരും ഒക്കെ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സ്മൈലി നമുക്ക് പ്രതീക്ഷിക്കാം. 35 വന്നുള്ളൂ എന്ന് സമാശ്വസിക്കാം. ബാക്കിയുള്ളവരൊക്കെ കണ്ടോളൻസ് പറയുന്നുണ്ടല്ലോ, വിഷമം പറയുന്നുണ്ടല്ലോ. ഈ 35 പേരല്ലേ ഇങ്ങനെ ആയുള്ളൂ എന്ന്. ഇനി ഈ 35 മാറി റിവേഴ്സിൽ വരണ്ട, ബാക്കി വരുന്ന ശതമാനം നല്ലത് പറയുകയും ഇവർ മോശം പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ സമാശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്രാജുവലി ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ 35 പേര് പോലും ഉണ്ടാവില്ല സമാധാനം പറയാൻ. മൊത്തം ഇരുന്ന് സ്മൈലി കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഇങ്ങനെ പറയുന്ന ഇപ്പം അയാളുടെ തലയിൽ തൊപ്പിയോ അല്ലെങ്കിൽ അയാളെ ഹാഫിലോ മറ്റോ ആകുന്നു എന്നാണ് വാർത്ത. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇവർക്കൊക്കെ അത് വേദന ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സംശയം ചോദിക്കുകയാണ്, ഇവിടെ എല്ലാ വിഭാഗത്തിലും പാതിരിമാരും അതേപോലെ ബ്രാഹ്മണ്യവും ഒക്കെ ഉള്ള ആൾക്കാർ തന്നെയല്ലേ? എന്താണ് ഈ പുള്ളിക്ക് ഇവർ കാണുന്ന ഒരു പ്രത്യേകത? എന്താണ് ഇവർക്ക് അതിനകത്തൊരു സ്പെഷ്യാലിറ്റി തോന്നുന്നത് മനസ്സിലാവുന്നില്ല. വാട്ട് സ്പെഷ്യാലിറ്റി ദേ ഫൈൻഡ്? തൊപ്പിയാണോ പ്രശ്നം? അയാളുടെ മതമാണോ പ്രശ്നം? ചിരിക്കുന്ന മുഖമായതുകൊണ്ടാണോ ചിരി സ്മൈലി ഇട്ട് അനുമോദിക്കുന്നത്, അനുശോചിക്കുന്നത്? ഇത് അനുമോദന പോസ്റ്റ് അല്ലല്ലോ. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് മരണപ്പെട്ടാൽ എങ്ങനെയുണ്ട്? 23 വയസ്സുള്ളൊരു കുട്ടിയല്ലേ അത്. 23 വയസ്സ് പ്രായം, ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവൻ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അനുശോചനം പറയണ്ട, അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഹറാസ് ചെയ്യാതിരുന്നൂടെ? എന്ത് വൃത്തികെട്ട ചിന്താധാരയാണെന്ന് ആലോചിച്ച് നോക്കും. ബ്രാഹ്മണന്മാർ വേണം പൂജയ്ക്ക്, പൂജാരികൾ വേണം. ഏതെങ്കിലും ഒരു പൂജാരി മരിച്ചാൽ ഇവന്മാരാരെങ്കിലും പോയി ഇതുപോലെ സ്മൈലി ഇടും? ഇസ്ലാമിയരിടുമോ? എനിക്കറിയില്ല അങ്ങനെ ഒരു വിഭാഗം ഉണ്ടോയെന്ന്. ഒരാളുടെ മരണത്തിൽ പോയി സ്മൈലി ചെയ്യാൻ കഴിയുന്ന അത്രയും ഭീകരന്മാർ ഇസ്ലാമിലുണ്ടാവുക കുറവാണ് ചാൻസ്. പരസ്പര വൈരാഗ്യം മൂത്ത് ഒരാളുടെ മരണത്തിൽ പോലും സന്തോഷിക്കാൻ തക്കവണ്ണം ഭ്രാന്ത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റാൻ ഈ വൃത്തികെട്ട ജന്തുക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഡൊണേഷൻ ചെയ്തത് ആരാണെന്നറിയാം? എച്ചുമുച്ചിലിയും കരുതകളാണ്. ഇരുന്നു കൊണ്ട് വായ്ത്താളം അടിക്കും, മോശം പറയും, വൃത്തികേട് പറയും. പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിലോ സത്യമുണ്ടെങ്കിലോ കുഴപ്പമില്ല. ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ വയ്യാത്ത അത്രയും വൃത്തികേടുകൾ ഒരു മതവിഭാഗത്തിനെ പറ്റി പറഞ്ഞവരെ താറടിക്കുമ്പോൾ ഇതുപോലെ ഒരു ദിവസം നമുക്ക് ഉണ്ടാകുമെന്നോ ചിന്തിക്കേണ്ടേ? ഈ രാജ്യത്ത് ഏറ്റവും വലിയ ടാസ്ക് ഇസ്ലാമായി ജീവിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമായി ജീവിച്ച് മരിക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ രാജ്യമാണെന്നും നമ്മുടെ ദേശമാണെന്നും ഒക്കെ അഭിമാനബോധത്തോടുകൂടി പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഇനി ഇല്ല. പകരം നമ്മൾ അപരവൽക്കരണം ഏർപ്പെടുകയാണ്. അത് മാത്രവുമല്ല, നമുക്ക് തന്നെ പേടി തോന്നുകയാണ്, ഇത് ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണെന്ന് പറയാൻ. ഇല്ലേ? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാലം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. തിരിച്ച് ചിന്തിക്കാൻ കുറച്ച് മനുഷ്യരിവിടെ ഉണ്ടെന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ഇത്രയധികം മനസ്സിൽ കീടമുള്ള വൃത്തികെട്ട ചിന്തയുള്ള വൃത്തികെട്ടവന്മാരെ എന്തു പറയാനാണ്? കണ്ടപ്പോൾ അറപ്പും വെറുപ്പും പുച്ഛവുമാണ് തോന്നിയത്. മോദി തന്ന ഏറ്റവും വലിയ ഡൊണേഷനാണിത്. ദാരിദ്ര്യം, പട്ടിണി, വിലക്കയറ്റം തുടങ്ങി ജോലിയില്ലായ്മ ഇത്യാദി എല്ലാ കുൽസിതങ്ങൾക്കും പുറമെ ഇതുപോലെ കുറേ നികൃഷ്ട ജന്തുക്കളെയും കൂടെ സംഭാവന ചെയ്തിട്ടുണ്ട് വൃത്തികെട്ടവൻ എന്നുള്ളതാണ്. രാജ്യം ഭരിക്കാനായി കയറിയിരിക്കുകയാണ്. അതുപോലും തെറ്റായ ഒരു വേർഡാണ് ഭരണം. സേവനമാണ് പറയേണ്ടത്. രാജ്യ സേവനമാണ് അയാൾ ചെയ്യുന്നത്. നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയെ എവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്.
ഒരു വിഭാഗം ജനതത്തിനെ വർഗീയത ധ്രുവീകരണം നടത്തി ഒരു വിഭാഗത്തിന് അപരവൽക്കരണവും ഒരു വിഭാഗത്തിന് തലയിലേക്ക് വിഷം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് ന്യൂനപക്ഷമായ ഈ വിഭാഗത്തിനെ അടുപ്പിക്കുക എന്ന ഒരു കോമാളിത്തരം കാണിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയാം. ഒരു കലാപം വന്നു എന്നിരിക്കട്ടെ, ഒരു കലാപത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പുറത്തുള്ളവരും വാളെടുക്കും, അപ്പുറത്തുള്ളവരും വാളെടുക്കും. നഷ്ടം ആർക്കായിരിക്കും? പൊതുവിൽ നഷ്ടം രണ്ടു കൂട്ടർക്കും ഉണ്ടാകും. ജീവൻ ആർക്കൊക്കെ അപായം വരും നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. രണ്ടു കൂട്ടരും തുല്യ ദുഃഖിതരും തുല്യ ശത്രുക്കളും തുല്യ ബലവാന്മാരുമായിരിക്കും. നമുക്ക് തോന്നും നമ്പർ കുറവാണ് എന്നുള്ളത്. തെറ്റാണത്. എവിടെയും എണ്ണത്തിൻ്റെ പേരിലല്ല ആരും ജയിച്ചു കയറിയിട്ടുള്ളത്. ബുദ്ധിയും കരുത്തും കൊണ്ടാണ്. ഇപ്പുറത്തുള്ളവർക്ക് ബുദ്ധിയും കരുത്തും ഉണ്ടെങ്കിൽ ഈ മെജോറിറ്റിക്കായിരിക്കില്ലേ അതിൻ്റെ അപകടം ഉണ്ടാവുക. ഇവിടെ മെജോറിറ്റിയായി നിന്ന ഒരു വിഭാഗത്തിനെ അടിച്ചുടച്ച് 100 വർഷം അവർ വന്ന് ഭരിച്ചിട്ട് പോയത്. തിരിഞ്ഞു നിന്ന നാട്ടുരാജ്യങ്ങളായി പിരിഞ്ഞു നിന്നിരുന്നവർക്ക് എന്ത് നഷ്ടം വന്നു എന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണം കൊണ്ട് ബോധ്യപ്പെട്ടില്ലേ? നമ്മൾ വീട്ടിൽ തമ്മിൽ തല്ലുകയാണെന്നെങ്കിലും തേർഡ് പേഴ്സൺ അവിടെ സ്കോർ ചെയ്യും എന്നുള്ള സാമാന്യ ബോധം വേണ്ടേ? ചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ധ്രുവീകരണം കൊണ്ട് അവർക്ക് രാഷ്ട്രീയ നേട്ടവും നമുക്കുണ്ടാവുന്നത് ഇതുപോലുള്ള നഷ്ടവുമാണ്. സാഹോദര്യം നഷ്ടപ്പെട്ടു, മനുഷ്യന് സൗഹൃദം പോട്ടെ, മനുഷ്യൻ്റെ നന്മ പോലും നഷ്ടപ്പെട്ടു. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒരാളുടെ മരണത്തിൽ ചിരിക്കാൻ തോന്നും. ഈ പറയുന്ന വ്യക്തിയും ഈ 35ഓളം വരുന്ന ഈ സ്മൈലി ഇട്ടവന്മാരും തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ ബന്ധമുണ്ട്. അയൽവക്കക്കാരനുമായിട്ട് അടിയാണെന്ന് വയ്ക്കുക. നിരന്തരം ശല്യം ചെയ്യുന്ന ഒരു ജന്തു മരണപ്പെട്ടാൽ നമുക്ക് വേണമെങ്കിൽ ചിരിക്കാം. നമ്മുടെ ശത്രുത കൊണ്ട് നമുക്ക് ചിരിക്കാം. ഇതെന്തടിസ്ഥാനത്തിൽ ചിരിക്കും നിങ്ങൾ? ഒരാൾ മരിക്കുമ്പോൾ ചിരിക്കാൻ തോന്നുന്ന തരം മാനസികാവസ്ഥ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും രീതിയിൽ ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകണം, വേണ്ടേ? എന്ത് ചെയ്തിട്ടാണ് ആ പാവപ്പെട്ടവൻ്റെ മരണത്തിൽ ഇങ്ങനെ ചിരിക്കുന്നത്? ഇത് എൻ്റെ മതം ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. തിരിച്ചാണെങ്കിലും മോശം തന്നെയാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പരം ഒരു ദുഷ്ടത്തരം വേറെയില്ല. പാതിരിമാർ ഒരുപാട് പേരുണ്ട്. അവരാരെങ്കിലും മരിക്കുമ്പോൾ ഇതുപോലെ പോസ്റ്റ് ഇട്ടാൽ പോയി ഇങ്ങനെ ചിരിക്കുമോ ഇവർ? ഇനി അതേപോലെ പൂജാരിമാരുമുണ്ട്. അവർ ചെയ്താലും മനുഷ്യനല്ലേ? ഓരോരുത്തരുടെ തൊഴിലാണത്, ഓരോരുത്തരുടെ വിശ്വാസമാണത്. അതിനെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മൾ എങ്ങോട്ടോ നടന്ന് നീങ്ങുകയാണ്. തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് ആളുകൾ തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് എത്ര വലിയ നഷ്ടമുണ്ടാക്കി തരുമെന്ന് പറയാൻ പറ്റത്തില്ല. ബോധമുള്ളവരെയാണ് നമ്മൾ എലക്ട് ചെയ്യാനും ഒരു പ്രതിനിധിയായി നിർത്താനുമൊക്കെ താല്പര്യപ്പെടുന്നത്. കുറച്ച് സാമാന്യബോധം, ചരിത്രബോധം, സംസാരിക്കാനുള്ള ആർജവം, ഇങ്ങനെയുള്ളവരെയാണ് നമ്മളവിടെ കൊണ്ടു നിർത്തുന്നത്. ഇനി അതുമാത്രം പോരാ, ആ ബോധം മാത്രം പോരാ, കുറച്ച് മനുഷ്യത്വം കൂടെ കൊടുക്കണം. അല്ലെങ്കിൽ ഇതുപോലെ വായ്ത്താളം അടിക്കുകയും ആ വായ്ത്താളം കേട്ടുകൊണ്ട് ഇതുപോലെ ഇരുന്ന് സ്മൈലി ഇടും. നാളെ അമ്മ ചത്താലും ഇതുപോലെ വന്ന് സ്മൈലി ഇടുമായിരിക്കും ഇവന്മാരൊക്കെ. പേരുകൾ നോക്കണം, എല്ലാ ഹിന്ദു നാമധാരികളാണ്. എന്തടിസ്ഥാനത്തിലാണോ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇത്രയധികം വർഗീയത ഈ മനുഷ്യരുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞുവല്ലോ എന്ന് ഓർക്കുമ്പോൾ പുച്ഛം തോന്നും. അതും കേരളത്തിലാണേ. മലയാളം പ്രാദേശിക ഭാഷയിൽ ഉണ്ടായ ഒരു ന്യൂസ്, ആ ന്യൂസിൻ്റെ താഴെ വന്ന സ്മൈലിയാണ്. എന്താണ് ഇവന്മാർക്ക് ഇതുകൊണ്ടുള്ള സന്തോഷമെന്ന് അറിയത്തില്ല. കമൻസൊക്കെ ഒരുപാട് പേരുണ്ട്, അപലപിച്ചുണ്ട്. ഈ സ്മൈലി കണ്ട് അന്തം വിട്ടവരും ഉണ്ട്. അതൊരു തിരിച്ചറിവാണ് ഇസ്ലാമിയർക്ക്. നിങ്ങൾ മരിക്കുകയോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്യുമ്പോൾ ചിരിക്കാൻ വേണ്ടി അപ്പുറത്ത് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ട്. ഇനിയും സമയം വൈകിയിട്ടില്ല. ഇതുപോലുള്ള രീതിയിൽ അപഹസിക്കപ്പെടുന്ന ഒരു ടേമിലേക്ക് ഇസ്ലാമിയരെ തള്ളിയിട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം കാമിതയെ പോലുള്ള പടുവാണങ്ങളും അതിനേക്കാൾ വലിയ റോക്കറ്റായ ആരിഫും ലിയാഖത്തലിയും ഒക്കെയാണ്. സ്വന്തം സമുദായത്തിൽ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഇതുപോലെ ചിരിക്കാൻ കഴിയുന്ന ഒരു വലിയ ജനതയെ ഉണ്ടാക്കാൻ ഇവറ്റകൾക്ക് വായ്ത്താളം കൊണ്ട് സാധിച്ചു. വിയർപ്പിൻ്റെ അസുഖമുള്ള ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവന്മാരിരുന്ന് വായ്ത്താളം അടിച്ചതായി ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മതി. താങ്ക് യു സോ മച്ച്.